ഹായ്. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇവിടെ ടെക്സ്റ്റിലെ രണ്ടാമത്തെ എക്സസൈസിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ വീഡിയോ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോയിലെ 5ാമത്തെ വീഡിയോ ആണ്. ഇൻ ദ പിക്ചർ ബിലോ the perpendiculars drawn from the bottom line are equally spaced. ഇതിലെ താഴത്തെ ലൈനുകളെല്ലാം ഈ പെർപെൻഡിക്കുലേഴ്സ് എല്ലാം താഴത്തെ ലൈനിൽ ഈ ഡിസ്റ്റൻസും ഇതും എല്ലാം ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഷോ ദാറ്റ് ദ സീക്വൻസ് ഓഫ് ദ ഹൈറ്റ്സ് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് ഓൺ കണ്ടിന്യൂയിങ് ദിസ് ഫോം ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇവിടെ ഈ പെർപെൻഡിക്കുലേഴ്സിൻ്റെ അതിൻ്റെ ലെന്ത് എടുക്കുകയാണെങ്കിൽ ഇത് 1, 2, 3, 4, 5 അങ്ങനെ ഇതിൻ്റെ ലെന്ത് എടുത്ത് പോവുകയാണെങ്കിൽ ഇതൊരു ആ നീളങ്ങൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഇവിടെ ഹിന്റ് തന്നിട്ടുണ്ട്. ഡ്രോ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലർ ടു നെക്സ്റ്റ് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ ഓരോ വര വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വര വരയ്ക്കുമ്പോൾ നമുക്ക് ഓരോ ട്രയാങ്കിൾ കിട്ടും. അത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫിഗർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഗറിൽ ക്വസ്റ്റ്യനിൽ തന്ന ഹിന്റ് തന്ന പോലെ തന്നെ ഇവിടെ ഈ ഓരോ പെർപെൻഡിക്കുലറിനും അതിന് അടുത്ത പെർപെൻഡിക്കുലറിനും ഓരോ പെർപെൻഡിക്കുലർ തന്നെ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് അതിന് പേര് കൊടുത്തു, അതിനോട് പേര് കൊടുത്തേക്കാം. O എന്ന് കൊടുത്തു. ഇവിടെ Z നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ ഓരോ ട്രയാങ്കിൾസ് കിട്ടി. ഇവിടെ PMQ എന്നൊരു ട്രയാങ്കിൾ, അതുപോലെ QNR എന്നൊരു ട്രയാങ്കിൾ, ROS എന്നൊരു ട്രയാങ്കിൾ, SZT എന്നിങ്ങനെ നമുക്ക് 1, 2, 3, 4 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഈ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന്, കോൺഗ്രുവൻ്റ് ആണെന്ന്, തുല്യ ത്രികോണങ്ങളാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ അത് പ്രൂവ് ചെയ്താൽ അപ്പോൾ നമുക്കിവിടെ ഈ QMഉം ഈ RNഉം SOയും TZഉം ഇതെല്ലാം ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. അതെല്ലാം ഈക്വൽ ആണെങ്കിൽ ഈ APയിൽ നിന്നും തുടർന്ന് PQ വരുമ്പോൾ അതിൻ്റെ കൂടെ ഈ QM ആണ് കൂട്ടിയത്. അതുപോലെ അടുത്തതിൻ്റെ കൂടെ നമുക്ക് RN ആണ് കൂട്ടിയത്. അതിനടുത്ത കൂടെ SO ആണ് കൂട്ടിയത്. അടുത്തതിൻ്റെ കൂടെ TZ ആണ് കൂട്ടിയത്. അപ്പോൾ ഈ കൂട്ടിയതെല്ലാം ഈക്വൽ ആണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് കിട്ടി. അപ്പോൾ ഇതെല്ലാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ QM, RN, SO, TZ ഇത്രയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ ഈ APയുടെ കൂടെ അത് കൂട്ടിയാലാണ് നമുക്ക് BQ കിട്ടുക. വീണ്ടും ആ ലെന്ത് തന്നെ കൂട്ടിയാലാണ് നമുക്ക് RC കിട്ടുക. വീണ്ടും ആ ലെന്ത് തന്നെ കൂട്ടിയാലാണ് നമുക്ക് SD കിട്ടുക. അത് തന്നെ കൂട്ടിയാലാണ് TY കിട്ടുക. അപ്പോൾ ഒരേ നമ്പറാണ് കൂട്ടി പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ ആ ഡിഫറൻസ് കോമൺ ആണെന്നും അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസിലാണെന്നും നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി അങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള കാര്യം അത് നമുക്ക് എഴുതി വെക്കാം. AB ഈക്വൽ ടു BC ഈക്വൽ ടു CD ഈക്വൽ ടു DY ആണ്. അപ്പോൾ ഇത് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് പാരലായിട്ട് തന്നെയാണ്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അതിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ സൈഡുകൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പാരലായിരിക്കും. അതുപോലെ ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് മറ്റൊരു കാര്യം എഴുതാം. ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന PM ഈക്വൽ ടു QN ഈക്വൽ ടു RO ഈക്വൽ ടു SZ ഇത് ഈക്വൽ. അപ്പോൾ നമ്മൾ ഓരോ ചെറിയ ഈ ട്രയാങ്കിളുകളെ പരിഗണിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ഈ സൈഡുകളെല്ലാം ഒരു സൈഡ് എല്ലാത്തിലും ഈക്വൽ ആണ്. ഇനി ഇതെല്ലാം പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതൊരൊറ്റ ലൈനാണ്. ഇത് ഈ സൈഡിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെ പോകുന്ന ട്രയാങ്കിളിൽ ഇതാ ഇവിടെ ഇത് ഈ ആംഗിള് ഇതെല്ലാം ഈക്വലായി. അപ്പോൾ ഇവിടെ ഞാൻ ആംഗിള് ചെറുതാക്കി തന്നെ എഴുതാം. QPM എന്നൊക്കെ എഴുതിയാൽ നീളം ഒരുപാട് കൂടി പോകേണ്ട ഞാൻ ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ Q ഈക്വൽ ടു ആംഗിൾ R
ഈക്വൽ ടു ആംഗിൾ എസ് ആണ്. അതേപോലെ മറ്റ് ആംഗിളുകളെല്ലാം പെർപെൻഡിക്കുലറുമാണ്, അതും എഴുതി വെച്ചേക്കാം. ആംഗിൾ എം ഈക്വൽ ടു ആംഗിൾ എൻ ഈക്വൽ ടു ആംഗിൾ ഒ ഈക്വൽ ടു ആംഗിൾ സെഡ്. ശരിക്കും ആംഗിളിൽ 3 ലെറ്റർ വേണം, ഞാനത് 1 ലെറ്റർ മാത്രം മനസ്സിലാകാൻ വേണ്ടി 1 ലെറ്റർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സൈഡ്, ആ സൈഡിൻ്റെ 2 ആംഗിൾസ് അത് ഈക്വലാണ്. അപ്പോൾ നമുക്ക് 1 സൈഡ് ആൻഡ് ആ സൈഡിൻ്റെ 2 ആംഗിൾസ് ആർ ഈക്വൽ. അതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിൾസ് എല്ലാം ഈക്വലാണ്. ദെർഫോർ ട്രയാങ്കിൾ, നിങ്ങളാണത് മുഴുവൻ പേരെഴുതാം, പി എം ക്യൂ. ഫിഗറിൽ നോക്കുക, അടുത്ത ട്രയാങ്കിൾ ക്യു എൻ ആർ. നെക്സ്റ്റ് ട്രയാങ്കിൾ ആർ ഒ എസ്, ട്രയാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ എസ് സെഡ് ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ ട്രയാങ്കിൾസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. നമുക്ക് കറസ്പോണ്ടിങ് സൈഡ്സ് വേണ്ട ഇവിടെ ഈ ക്യു എമ്മും ആർ എനും ഒക്കെയാണ്. ദാറ്റ് ഈസ് ക്യു എം ഈക്വൽ ടു ആർ എൻ ഈക്വൽ ടു എസ് ഒ ഈക്വൽ ടു ടി സെഡ്. ഇത്രയും നമുക്ക് കിട്ടി. നമുക്ക് കിട്ടിയത് ഈ ക്യു എം, ആർ എൻ, എസ് ഒ, ടി സെഡ് ഇതെല്ലാം ഈക്വൽ ആണ്. അപ്പോൾ ഈ ഓരോ ഈ പി എയിൽ നിന്നും നമ്മൾ നേരത്തെ ആദ്യം ഇത് പറഞ്ഞിരുന്നു, നമ്മൾ പി എയിൽ നിന്നും കൂടി പോകുന്നു. ഇതിനെ നമുക്ക് കോമൺ ഡിഫറൻസ് ഡി എന്ന് വിചാരിക്കാം. അപ്പോൾ ക്യു എം ഈക്വൽ ടു ആർ എൻ ഈക്വൽ ടു എസ് ഒ ഈക്വൽ ടു ടി സെഡ് ഈക്വൽ ടു ഞാൻ ഡി എന്ന് പറയുന്നു. അതായത് ഇതിൻ്റെ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഓരോ സൈഡിൻ്റെ കൂടെ ഈ ഡി കൂടി പോവാം. അപ്പോൾ നമുക്ക് ലെറ്റ് പി എ ഈക്വൽ ടു ഞാൻ എക്സ് എന്ന് എടുക്കും. കാര്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും, എഴുതാൻ വേണ്ടി എക്സ് എടുത്ത് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെന്നും സീക്വൻസ് ആണെന്നുള്ള കാര്യം ഇപ്പം തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇതെഴുതി വെക്കാൻ വേണ്ടിയിട്ട് പി എ ഈക്വൽ ടു എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ അടുത്തത് നമുക്ക് പി എ കഴിഞ്ഞാൽ പിന്നെ ക്യൂ ബി ആണ്. ക്യൂ ബി ഈക്വൽ ടു അത് എക്സ് പ്ലസ് ഡി ആണ്. അടുത്തത് ആർ സി ആണ്. ആർ സി ഈക്വൽ ടു എക്സ് പ്ലസ്, ഇത് ഡി ആണെങ്കിൽ ഡി പ്ലസ് പിന്നെയും ഡി, അപ്പോൾ 2D. ആർ സി എഴുതി. ഇനി എസ് ഡി ഈക്വൽ ടു അത് എക്സ് പ്ലസ് 3D ആയിരിക്കും. ഇനി ടി വൈ ഈക്വൽ ടു അത് എക്സ് പ്ലസ് 4D ആയിരിക്കും. ഇനി വേണമെങ്കിൽ ഇതിനെ ഓരോ ടൈമിനെയും കുറച്ചിട്ട് കോമൺ ഡിഫറൻസ് ഡി നമുക്ക് എടുത്തു വെക്കാം. പക്ഷേ അത്ര ഞാൻ വിശദീകരിച്ച് ചെയ്യുന്നില്ല. കാരണം എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2D, എക്സ് പ്ലസ് 3D, എക്സ് പ്ലസ് 4D എന്ന് പറയുമ്പോൾ ഡി വീതം കൂടി പോകുന്നതെന്ന് ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ നീളങ്ങളെല്ലാം ഈ പെർപെൻഡിക്കുലർസ് എല്ലാം അരിത്മെറ്റിക് സീക്വൻസിലാണ്. സോ ദ സീക്വൻസ് ഓഫ് ദ ഹൈറ്റ്സ് ഓഫ് ദ പെർപെൻഡിക്കുലർസ് ഫോം ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇവിടെ പെർപെൻഡിക്കുലർസിൻ്റെ ലംബങ്ങളുടെ ഉയരങ്ങളെല്ലാം ഒരു സമാന്തര ശ്രേണിയിലാണ്. അപ്പോൾ ഈ എക്സസൈസിലെ ഇതിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 3 ക്വസ്റ്റ്യൻ ഇതിലുണ്ടായിരുന്നുള്ളൂ. ഇനി അരിത്മെറ്റിക് സീക്വൻസിലെ ടൈമിനെ കുറിച്ചുള്ള അടുത്ത എക്സസൈസിലെ ക്വസ്റ്റ്യൻ അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം.